സെപ്റ്റിക് ടാങ്ക് ആണ് കേട്ടോ. ഈ കുറേ ഓട്ടകൾ നമ്മൾ അടച്ചു. 4 കൊല്ലമായ ഒരു വീടിൻ്റെ സെപ്റ്റിക് ടാങ്കാണ്, ഓർക്കണേ. അപ്പോൾ ഇതും ഓട്ട എങ്ങനെ വീണു? അതും ഞാനാണ്, മനസ്സിലായോ? ഈ മരത്തിൻ്റെ കൊമ്പ് എങ്ങനെ ഒടിഞ്ഞു? മരത്തിൻ്റെ കൊമ്പ് എങ്ങനെ ഒടിഞ്ഞു? ഞാനൊടിച്ചു. കിച്ചണിൻ്റെ വലിപ്പം നോക്കണേ, ചെറിയ കിച്ചണാണ്, നോക്കിക്കാവുന്നേ ഉള്ളൂ, മനസ്സിലായോ? ആ ഒരു ലെവലിലുള്ള കിച്ചണാണ്. അപ്പം ഈ ഏണി എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് വെച്ചേക്കണം, കാരണം അങ്ങോട്ട് കയറൂല. പക്ഷേങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ വെച്ചേക്കണം, ഒന്നുകിൽ ഞാൻ എൻ്റെ തലയെ പിടിച്ച് വെച്ചേക്കണം. അപ്പം എൻ്റെ പേരിലുള്ള ഈ അപവാദമൊക്കെ കാരണം സ്നേഹമുള്ളവർ വന്നിട്ട് ഇതുപോലെയൊക്കെ ഫിറ്റ് ചെയ്ത് തന്നു. കാരണം എല്ലാം എൻ്റെ തലയിലെ കുടുംബക്കാർ കിട്ടിയിരിക്കുന്നത് ഞാൻ കാരണമാണ് ഇതെല്ലാം ആയത്, മനസ്സിലായോ? ബാത്റൂമിൻ്റെ ഡോറ് പൊട്ടിയതെങ്ങനെ? ഞാൻ കാരണം. പിന്നെ ഈ കർട്ടൻ ഞാൻ വാങ്ങിയതാണ്, എൻ്റെ ഇതിൽ വാങ്ങിയതാട്ടോ. കർട്ടൻസ് എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം വാങ്ങിയതാണ്. അതുകൊണ്ട് 3 കൊല്ലമായിട്ട് കർട്ടൻ ഉണ്ട്. പിന്നെ വീട് പണിക്കും, പിന്നെ വീട് പണി എല്ലാ കോൺട്രാക്റ്റ് മൊത്തം നമ്മളെ കുടുംബക്കാരാട്ടോ ചെയ്യുന്നത് എല്ലാം. അതുകൊണ്ട് ഈ വക പണികൾ നിങ്ങളെ കുടുംബക്കാരെയൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഓർക്കുക, ഇതുപോലെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ നമ്മളെ തലയിൽ തന്നെ വന്ന് വീഴും. വീട്ടിൽ ആരാണ് വെറുതെ ഇരിക്കുന്നത് അവരുടെ തലയിൽ വീഴും. ഇതൊന്നും പോരാഞ്ഞിട്ട് വേറൊരു കോമഡി അറിയാമേ. വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, വാട്ടർ ടാങ്ക് വാങ്ങി ഒരു കൊല്ലമായപ്പോഴേ പൊട്ടി. അത് 3ാമത്തെ നിലയിലായതുകൊണ്ട് എന്നെ പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഞാൻ പൊട്ടിച്ചെന്ന് പറഞ്ഞേനെ, കുത്തി പൊട്ടിച്ചെന്ന് പറഞ്ഞേനെ, മനസ്സിലായ? അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ഞാൻ കുത്തി പൊട്ടിച്ചെന്ന് പറഞ്ഞേനെ. സെപ്റ്റിക് ടാങ്കൊക്കെ ഇപ്പം എൻ്റെ തലയിൽ തന്നെയാണ്, എല്ലാം ഞാൻ പൊട്ടിച്ചു. അല്ലാണ്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊണ്ട് വെച്ചിട്ടല്ല കേട്ടോ. അതുപോലെ സ്വിച്ച് ബോർഡ് സഹിതം എല്ലാം അമർന്നു പോകുന്നു. സ്വിച്ച് ബോർഡ് മറ്റേ ഇത് എന്താണ്, നമ്മളിത് വെച്ചിട്ട് ചാർജറൊക്കെ കുത്തിയിട്ടിട്ട് ഊരിയെടുക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ സ്വിച്ച് ബോർഡ് കൂടി ഊരി വരും. അപ്പോൾ ഓർക്കുക, നല്ല അടിപൊളി കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള അപവാദങ്ങളൊക്കെ ഇഷ്ടം പോലെ വരും. എൻ്റെ പേരിലുള്ള അപവാദങ്ങൾ ഓരോരുത്ത് വേറെ അപവാദങ്ങളാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള അപവാദങ്ങൾ ഇങ്ങനെയാണ്, മനസ്സിലായോ? പഠിക്കാൻ പോകുന്നു ഒരപരാധം. അക്കാഡമിയിൽ നിന്ന് ടൂറ് പോയി, വയനാട് ടൂറ് പോയി, അത് 2ാമത്തെ അപരാധം. പിന്നെ അക്കാഡമിയിൽ നിന്ന് ഊട്ടിയിൽ ടൂർ പോയി, അത് 3ാമത്തെ അപരാധം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നല്ല കുട്ടികൾ, വീട്ടിൽ അടക്കവും ഒതുക്കവും ഉള്ള കുട്ടികൾ പോകാൻ പാടില്ല, അറിയാലോ? കൺട്രോൾ, ജിമ്മിൽ പോകാൻ പാടില്ല, ഒരിടം പോകാൻ പാടില്ല. ഇതൊക്കെയാണ് കൺട്രോൾസ്. പക്ഷേ ഇതെല്ലാം ഞാൻ തെറ്റിദ്ധരിച്ചു.